നമസ്കാരം. DNA ന്യൂസിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനാഫ് എന്ന് പറഞ്ഞാൽ അർജുൻ അറിയാലോ, ഷിരൂർ കാണാതായി പോയിട്ടുള്ള അർജുൻ, ആ ലോറി അടക്കം പോയിട്ടുള്ള ആ ലോറി ഡ്രൈവറായിട്ട് അർജുൻ, ആ ലോറിയുടെ ഉടമസ്ഥനായിട്ടുള്ള മനാഫിന്റെ കള്ളക്കടത്ത്, അല്ലെങ്കിൽ മനാഫിന്റെ ആ ലോറിയിൽ അന്നുണ്ടായിരുന്നത് കള്ളക്കടത്ത് തടിയാണ് എന്ന നിലയിലൊക്കെ ചില വാർത്തകൾ, അത് DNA മാത്രമല്ല, അത് ന്യൂസ് കഫേ കൂടി ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനാഫ് DNAക്കെതിരെ കേസ് കൊടുത്തിരുന്നുവെന്നും അങ്ങനെ കൊടുത്ത കേസ് പ്രകാരം അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ച കാര്യങ്ങളുമാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. വാർത്തകൾ ചെയ്യുമ്പോൾ സത്യസന്ധമായ വാർത്ത അല്ല എന്നുണ്ടെങ്കിൽ കേസുകൾ വരല് സ്വാഭാവികമാണ്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരി എന്ന് ന്യായീകരിച്ചുകൊണ്ട് DNA ന്യൂസ് പറഞ്ഞിട്ടുള്ള ആ വാർത്തയിലും, അതായത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുവെന്നും കസബ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുവെന്നും അത് മാത്രമല്ല താൻ ചെല്ലാൻ പറ്റില്ല എന്ന് വക്കീൽ മുഖാന്തരം പറഞ്ഞതിന് ശേഷം നോട്ടീസ് അയക്കാൻ പറഞ്ഞുവെന്നും അങ്ങനെ നോട്ടീസ് കിട്ടിയതിനു ശേഷം പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംസാരത്തിൽ വളരെ വിഷമമായ ഒരു അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എനിക്കത് നേരത്തെ തന്നെ ബോധ്യമായി. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് 2 ബില്ലുകളെ കുറിച്ചാണ്. 13/6 ഒരു ബില്ലിനെ കുറിച്ചും 15/7 മറ്റൊരു ബില്ലിനെ കുറിച്ചുമാണ്. ഇവർ DNA ന്യൂസ് ആരോപിക്കുന്ന, അല്ലെങ്കിൽ ബിജു ആരോപിക്കുന്ന, ന്യൂസ് കഫേ ആരോപിക്കുന്ന ആ ചാനലുകളിലെ ആ കള്ളക്കടത്ത് എന്നവർ ആരോപിക്കുന്ന ബിൽ യഥാർത്ഥത്തിൽ ഗോവയിൽ നിന്ന് ഹാവേരിയിലേക്ക് കൊണ്ടുപോയ വിറകിന്റെ ബില്ലാണ്. അത് അർജുന്റെ ലോറി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ലോറി എന്ന് പറയുമ്പോൾ വാടക ലോറിയാണ്. അമീർ എന്ന് പറയുന്ന ആ വ്യക്തി, അന്നത്തെ ആ വിറകിന്റെ ഉടമ, അദ്ദേഹം ഗോവയിൽ നിന്ന് ആ വിറക് കൊണ്ടുപോകുമ്പോൾ അതിന് പെർമിഷൻ എടുത്തിരുന്നു, പാസ് എടുത്തിരുന്നു, പാസ് എല്ലാം എടുത്തിരുന്നു. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ അതിലുള്ള ബില്ലിന്റെ കോപ്പി കാണിച്ചിട്ടാണ് ഈ അർജുന്റെ ഈ ലോറി, ഈ അപകടത്തിൽപ്പെട്ട ലോറിയിൽ കള്ളത്തടിയായിരുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ബില്ല് അർജുന്റെ ലോറി അപകടപ്പെടുന്നതിനും 1 മാസത്തിലധികം ദിവസം മുമ്പാണ്, 2 ദിവസം വേറെ മുമ്പാണ്. അതായത് 13/6 ബില്ലിന്റെ ഒരു തീയതി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതേസമയം അർജുന്റെ വാഹനം അപകടത്തിൽപ്പെടുന്ന 1 മാസം കഴിഞ്ഞിട്ടാണ്. നമുക്കറിയാമല്ലോ, ഈ മരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ പരമാവധി 3 ദിവസമാണ് കിട്ടുക. ആ 3 ദിവസത്തെ ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. ആ 3 ദിവസത്തെ പാസിനുള്ളിൽ പോയി കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. അതാണ് എന്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ പറയുന്ന ഈ 13-ാം തീയതിയുടെ ബില്ലിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന് ഒരു GST ബില്ലോ പാസിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം ഇത് വിറകാണ്. ഈ വിറക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അമീർ തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മളോട് സംസാരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിന് എല്ലാ രേഖകളും അടക്കം സഞ്ചരിച്ച് അത് ഹവേരിയിൽ കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് അതിനുശേഷം അർജുൻ എത്രയോ ലോഡ് വേറെ പോയി. കാര്യം 1 മാസം സമയമുണ്ട്. മറ്റാർക്കൊക്കെയോ എവിടെയൊക്കെയോ പോയി, എങ്ങോട്ടേ പോയി. അത് മാത്രമല്ല, ഈ ഗോവ ഹാവേരി എന്ന് പറഞ്ഞാൽ 180 കിലോമീറ്റർ താഴെ ദൂരേ ഉള്ളൂ. അപ്പൊ അത്രയും ദൂരം മാത്രം ഓടുന്നതിന് അധിക സമയമൊന്നും വേണ്ടെന്ന് നമുക്കറിയാം. ഏതായാലും അത് 1 ദിവസത്തെ ഒരു സഞ്ചാരത്തിന് ശേഷം വീണ്ടും 1 മാസം ബാക്കിയുണ്ട്. ആ 1 മാസത്തിൽ അർജുൻ മറ്റാർക്കൊക്കെ ഓടിയെന്ന് നമുക്കറിയില്ല. കാര്യം ഈ ലോറി ഉടമയ്ക്ക് അത് അറിയില്ല. ലോറി കൊണ്ട് ഡ്രൈവർ പോയി കഴിഞ്ഞാൽ അവർ പല ഓട്ടം ഓടും, ആരൊക്കെ വിളിക്കുന്നില്ല അവർക്കൊക്കെ ലോഡ് ഓടും. അത് പാസും ബില്ലും ഉണ്ടോ, അത് അവര് ട്രിപ്പ് എടുക്കും, അതിന്റെ പണം വാങ്ങും. അത് അവരുടെ രീതി. ചെക്ക് പോസ്റ്റിലൊക്കെ ചെറിയ ചായക്കായികൾ കൊടുക്കും, സ്വാഭാവികമാണ്. അതിപ്പോ എത്ര തന്നെ കൈക്കൂലി ഇല്ല എന്ന് പറഞ്ഞാലും കുറേശ്ശെ ചെറിയ 250-500 കൊടുക്കലുണ്ട്. അതില്ലാതെ മാമൂലില്ലാതെ കടന്നു പോകുകയല്ല, അതും അറിയാം. അതിനെ ഒരു ഇന്നത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് ആരും കാണുന്നുമില്ല. അപ്പൊ ഏതായാലും അന്നത്തെ ബിൽ, ആ 13-ാം തീയതിയിലെ ബില്ല് എടുത്തു വെച്ചിട്ടാണ് ഈ DNA ന്യൂസ് ഇങ്ങനെ കടന്ന് പ്രഘോഷിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നത് തെറ്റാണ് എന്ന്. അപ്പൊ മനാഫ് കേസ് ഒന്ന് മുറുക്കി കഴിഞ്ഞാൽ, കേസ് ഒന്ന് ടൈറ്റാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും DNA കൊടുങ്ങും. അക്കാര്യത്തിൽ സംശയമില്ല. കാര്യം നുണ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങും. ഈ അപകടത്തിൽപ്പെട്ട ആ വാഹനം, അതായത് ശിരൂരിൽ അർജുനെ അടക്കം കാണാതെ ആ ലോറിയിൽ ഉണ്ടായിരുന്നത് ഈ ബില്ല് പ്രകാരം, അതായത് ഇവർ പ്രദർശിപ്പിക്കുന്ന ബില്ല് പ്രകാരമുള്ള കള്ളത്തടികളാണ് എന്നത് പച്ചനുണയാണ്, കള്ളമാണ്. കാര്യം അത് തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന്, അതിനകത്ത് ആ പാസിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നതിൽ നോക്കൂ, അതിനകത്ത് വിറക് എന്ന് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുപിടിക്കുന്ന ബില്ല് നോക്കൂ, ഇത് അതിന്റെ പാസ്സാണ്, കൊണ്ടുപോയ പാസ്സാണ്. അതിൽ വിറകാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൊണ്ടുപോകുന്ന റൂട്ടും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് വഴിയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. അത് മാത്രമല്ല, ഈ 13-ാം തീയതി ബില്ല് പോയത് ഷിരൂരിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, ഷിരൂരിന്റെ സൈഡിലേക്കല്ല. ആ ഭാഗത്തേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അത് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോഴിക്കോടുള്ള ഒരാളാണ്, കോഴിക്കോട് നിന്ന് ഒരാൾ കണ്ണൂരേക്ക് ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അത് തൃശ്ശൂർ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് ഇപ്പോ
DNA ന്യൂസും മറ്റുള്ളവരും ഈ ബില്ല് എടുത്തു വെച്ച് സംസാരിക്കുന്നത്. ഒരിക്കലും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. തൃശ്ശൂർ എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ തെക്ക് ഭാഗത്തേക്കാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ. എന്നതുപോലെയാണ് ശിരൂരിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മറ്റൊരു റൂട്ടാണ്. അപ്പോ ഗോവയിൽ നിന്ന് ഹവയിലേക്ക് കൊണ്ടുപോയ 13-ാം തീയതി കൊണ്ടുപോയ, അതും 13/6 കൊണ്ടുപോയ ഒരു ബില്ല് എടുത്തു വെച്ചിട്ട്, അതും കൊണ്ടുപോയ വിറകിന്റെ ഒരു ബില്ല് എടുത്തു വെച്ചിട്ട്, ഇത് 15-ാം തീയതി ശിരൂരിൽ അർജുൻ അപകടത്തിൽപ്പെടുമ്പോ ആ അപകടത്തിൽപ്പെട്ട ആ ലോറിയുടെ അതിലെ തടിയുടെ ബില്ലായിരുന്നു, അത് കള്ളത്തടിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മുഖം കാണിക്കുന്നത്. അത് കളവല്ലേ? അങ്ങനെ കളവ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെ കേസ് കൊടുക്കും. അത് സ്വാഭാവികമല്ലേ? അപ്പൊ അത് നേരിടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. മാധ്യമധർമ്മം എന്ന് പറയുന്നത് ആരെയും എന്ത് തോന്നിയ ദിവസം പറയാന്നുള്ളതല്ല. കുറച്ച് നേരം കാര്യങ്ങളൊക്കെ വേണം. യൂട്യൂബ് ചാനലുകൾക്ക് പരമാവധി ഒരു അല്പം പൊടിപ്പും തങ്ങലും ഒക്കെ ആകാം. അതിൽ കൂടുതലൊന്നും ആഡംബരം വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ കാണാതായിരിക്കുമ്പോൾ, അത് അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിന്റെ നാഥനാണ്, ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. അത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതറിയാതെ മലയാളികൾ വളരെ വിഷമത്തിലാണ്. അതുപോലെ ആ കുടുംബം വളരെ പ്രയാസത്തിലാണ്. സർവോപരി ആ കുടുംബവുമായിട്ട്, അർജുന്റെ കുടുംബമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള മനാഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ വളരെ ബന്ധമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച്, അതിലുള്ള പ്രതിസന്ധികളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ അർജുനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ അർജുന്റെ എന്തെങ്കിലും ഒരു ശരീരഭാഗം എടുത്തുകൊണ്ട് അവർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് ആ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്നൊരു ഒറ്റ നിയത്ത് മാത്രമേ ആ ചങ്ങാതിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുമ്പോൾ ഇവിടെ ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനമുള്ളത്? മറ്റൊന്നുകൂടിയുണ്ട്. ഈ DNA ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ അമീർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള മറ്റൊരു ന്യൂസും കൂടെ അവർ ചെയ്തിരുന്നു. അത് അമീർ കേസിന് പോയി കഴിഞ്ഞാൽ പണിയാവുകയും ചെയ്യും. ഈ ഇലക്ഷൻ സമയത്ത്, അതായത് ഗോവയിൽ മരമുറി എന്ന് പറയുന്നത് നിരോധിച്ചിട്ടുള്ള സ്ഥലമാണ്. മരം മുറിക്കാനൊന്നും പറ്റൂല. ഇനി അഥവാ മുറിക്കണമെന്നുണ്ടെങ്കിൽ 4,500 രൂപ കെട്ടിവെച്ചിട്ട് കാത്തുനിൽക്കണം, ഒരു മാസം കാത്തു നിൽക്കണം. ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തിനു മുറിക്കുന്നു, എങ്ങനെ മുറിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല അവിടെ നിന്ന് മരം മുറിച്ചാൽ പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റൂല. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ അക്കേഷ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ട് മുതലേ അക്കേഷ്യ ഒരു പ്രശ്നകാരിയാണ്. ഇവിടെ ആരൊക്കെ കൊണ്ടുവന്ന് വെച്ചു, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സായിപ്പന്മാരെ കൊണ്ടുവന്ന് അടിച്ചേപ്പിച്ചു, സംഗതിയൊക്കെ ശരി. പിന്നെ അക്കേഷ്യ എടുത്തുപോയി. കാര്യം അക്കേഷ്യ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ വെള്ളം ഉണ്ടാവില്ല. അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഗോവയിൽ വെച്ചിരുന്ന അക്കേഷ്യ അതെടുത്ത് ഒഴിവാക്കിയിട്ട് അവിടെ കശുവണ്ടി പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതിയിൽ ഗവൺമെന്റ് എല്ലാം അറിഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി അവരുടെ ഒത്താശയോടുകൂടി ചെയ്യുന്ന ഒരു സംവിധാനം. അതിനാദ്യം അക്കേഷ്യയെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. ആ മുറിച്ചു മാറ്റുന്ന സമയത്ത് അനധികൃതമായിട്ട് മുറിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിവാദം ഉണ്ടാക്കിയത്. ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് DNA ന്യൂസൊക്കെ അന്ന് വാർത്ത ചെയ്തത്, പിന്നെ വാർത്തകൾ ചെയ്തത്. അതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇപ്പോൾ വാർത്ത ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അന്ന് അങ്ങനെ മുറിച്ചു കൊണ്ടുപോയ മാറ്റിയിട്ടുള്ള സ്പെഷ്യൽ പെർമിഷനോടെ മാറ്റിയിട്ടുള്ള മരത്തിന്റെ ബാക്കി അവിടെ വൃത്തിയാക്കാൻ വന്ന് കുറെ വിറക് അവിടെ ഉണ്ട്. ആ വിറകൾ ഈ മഴയായതുകൊണ്ട് ഒരു കാരണവശാലും അത് കത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. വൃത്തിയായാൽ മാത്രമേ കശുവണ്ടി നടാൻ പറ്റുള്ളൂ, പ്ലാന്റേഷൻ നടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പെർമിഷൻ എടുത്തുകൊണ്ട് ആ വിറക് ആർക്കും വേണ്ട, അറിയാമല്ലോ, ഗ്യാസ് ആണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത്. മാത്രമല്ല പൊല്യൂഷന്റെ ഇഷ്യൂ മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് വിറക് ആരും ഉപയോഗിക്കണില്ല. അത് പക്ഷെ ചൂളകൾക്ക്, ഇഷ്ടിക ചൂളകൾക്ക് അല്ലെങ്കിൽ ഓട് ചൂളകൾക്ക്, അതുപോലുള്ള ചൂളകൾക്ക് വിറക് ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് ആ വിറകെല്ലാം കൂടി അർജുന്റെ ലോറിയിൽ കയറ്റിയിട്ട് ഹവേലിയിലേക്ക് പോകുന്നത്. ആ ഹവേലിയിലേക്കുള്ള പോക്കിന്റെ ബില്ലാണ് ഈ 13-ാം തീയതിയുടെ ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ലെടുത്ത് കാണിച്ചിട്ടാണ് ഇത് തൊട്ടടുത്ത മാസം 7-ാം മാസത്തിലെ 15-ാം തീയതി പോയ ലോഡിന്റെ ബില്ലാണ് എന്ന് അവർ പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, നുണ പറയാൻ പാടില്ലാത്തതാണ്. ഇനി അമീറുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അമീറും ഈ പറയുന്ന മനാഫുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർ തമ്മിൽ അറിയ പോലും ഇല്ല, അവർ തമ്മിൽ കണ്ടിട്ടുമില്ല. ഇപ്പോ അമീറുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മനാഫ് തന്നെ വിളിച്ചിരുന്നു, അത് ഏതാണ് ആ ലോഡ് എന്ന് ചോദിച്ചിരുന്നു എന്നാണ്. അതായത് അന്ന് ഈ ഇവർ കാണിച്ചിട്ടുള്ള ആ ബില്ലുമായി സത്യത്തിൽ ഈ മനാഫിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഒരു ബന്ധമില്ല. അത് ഇദ്ദേഹത്തിന്റെ ലോറി വാടകയ്ക്ക് വിളിച്ചു, വിളിച്ച് അത് വിറക് അവിടെ കൊണ്ട് ഹവേരിയിൽ കൊണ്ടുവന്ന് ഇറക്കി തിരിച്ചു വന്നതിലുപരി മറ്റു കേസുകളൊന്നും അതിനകത്തില്ല. അതിനെയാണ് ഇത്ര പൊക്കി പിടിച്ചുകൊണ്ട് ഇത്രയധികം വിവാദം ഉണ്ടാക്കുന്നത്. ഏതായാലും ഇങ്ങനെ നുണകൾ പടച്ചുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും കേസുകൾ വരും. അതിന് നിലവിളിച്ചിട്ടൊന്നും കാര്യമല്ല, അത് നേരിടുക. അതല്ലാന്നുണ്ടെങ്കിൽ പറ്റിയ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ട് പിന്മാറാൻ നോക്കുക. അതായിരിക്കും നല്ലത്.